നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടകരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ നിർണായക ട്വിസ്റ്റുമായി പ്രതിയായ പള്ളിപ്പുറം സ്വദേശി CM സെബാസ്റ്റ്യൻ എന്ന 61 വയസ്സുകാരൻ തെളിവെടുപ്പിനായി ചേർത്തല കോടതി ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നിൽ കുറ്റസമ്മതം. ചേർത്തല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഷെറിൻ കെ ജോർജാണ് 30-ന് വൈകുന്നേരം 4 വരെ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ട് ഉത്തരവ് നൽകിയത്. കൂടുതൽ തെളിവെടുക്കുന്നതിനും ബിന്ദുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനുമാണ് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ഇതിനായി പ്രതിയുമായി കോട്ടയം, എറണാകുളം, കണ്ണൂർ എന്നിവിടങ്ങളിലും സംസ്ഥാനത്തിന് പുറത്ത് കുടക്, ബംഗളൂരു, വേളാങ്കണ്ണി, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലും എത്തിച്ച തെളിവുകൾ ശേഖരിക്കും. കേരളത്തിന് പുറത്താണ് ഈ കൊല നടന്നത് എന്നാണ് സൂചന. ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയെന്ന് സെബാസ്റ്റ്യന്റെ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. ഏറ്റുമാനൂർ സ്വദേശിനി ജയനമ്മ കൊലക്കേസിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭനെ കൊന്നതായി കുറ്റസമ്മതം നടത്തിയത്. തുടർന്നാണ് സെബാസ്റ്റ്യനെ 18-ന് വിയൂർ ജയിലിലെത്തി അറസ്റ്റ് ചെയ്തത്. ചേർത്തല പോലീസ് അന്വേഷിക്കുന്ന റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരി ഹയറുമ്മ എന്ന ഐഷ തിരോധാന കേസിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ബിന്ദു പത്മനാഭനെ കാണാനില്ല എന്ന് 2017 വിദേശത്തുള്ള സഹോദരൻ പ്രവീൺ നൽകിയ പരാതിയിൽ ഈ പട്ടണക്കാട് പോലീസ് എടുത്ത കേസിലാണ് ക്രൈംബ്രാഞ്ച് ത്വരാന്വേഷണം നടത്തിയത്. 2022 മുതൽ സഹോദരിയെ കാണാനില്ല എന്നായിരുന്നു പരാതി. ബിന്ദു പത്മനാഭൻ 2003 മുതൽ സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും പലതവണ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ ചെന്നിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. 2006-ൽ ഇവർ കൊല ചെയ്യപ്പെട്ടതെന്നാണ് നിഗമനം. ബിന്ദു കൊല്ലപ്പെട്ടതായി കരുതുന്ന 2006-ന് ശേഷം ബിന്ദുവിന്റെ പേരിലുള്ള ഭൂമി വ്യാജ പ്രമാണത്തിലൂടെ തട്ടിയെടുത്തതടക്കം 3 കേസുകൾ സെബാസ്റ്റ്യന്റെ പേരിൽ ഉണ്ട്. ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന ശബ്ദരേഖ അടുത്തിടെ പുറത്തു വന്നിരുന്നു. ദല്ലാളായ സോഡ പൊന്നപ്പൻ അയൽവാസിയായ കടകരപ്പള്ളി സ്വദേശിനി ശശികലയോടാണ് കൊലപാതക വിവരം വെളിപ്പെടുത്തിയത്. 4 വർഷം മുമ്പാണ് ശശികലയോട് സോഡ പൊന്നപ്പൻ സംസാരിച്ചത്. ശബ്ദരേഖ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ്. ഈ സ്ത്രീയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന ബിന്ദുവിനെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്ന് പൊന്നപ്പൻ പറയുന്നത് ശബ്ദരേഖയിലൂടെയാണ്. സ്വത്ത് വിൽക്കാനായി ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും സുഹൃത്തിനും താനാണ് പരിചയപ്പെടുത്തി കൊടുത്തത് എന്ന് പൊന്നപ്പൻ പറയുന്നുണ്ട്. ബിന്ദുവിന്റെ കയ്യിൽ പണമുണ്ട് എന്ന് മനസ്സിലായതോടുകൂടി സെബാസ്റ്റ്യനും സുഹൃത്തും അവിടുത്തെ സ്ഥിരം സന്ദർശകനായി അവർ ഒന്നിച്ചിരുന്നു, മദ്യപിക്കാറുണ്ടായിരുന്നു. ബിന്ദുവിനെ സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് ലഹരി നൽകി മയക്കിയ ശേഷം ശുചിമുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയെന്നും ശബ്ദരേഖയിൽ ഉണ്ട്. ഒരു ദിവസം വൈകിട്ട് തന്നെ കാണാൻ സെബാസ്റ്റ്യൻ വന്നിരുന്നു. അന്ന് സെബാസ്റ്റ്യന്റെ മുഖത്ത് ബിന്ദു തല്ലിയതിന്റെ പാട് ഉണ്ടായിരുന്നു. എന്തിനാണ് അടിച്ചത് എന്ന് ചോദിച്ചതിന് പൊന്നപ്പൻ പറയുന്നുമുണ്ട്. 2006 മുതലാണ് ബിന്ദുവിനെ കാണാതായത്. 2017 സെപ്റ്റംബർ 17-നാണ് ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയത്. പരാതി ജില്ലാ പോലീസ് മേധാവി വഴി 2017 ഒക്ടോബർ 9-ന് കുത്തിയതോട് CI ഓഫീസിലെത്തി. എന്നാൽ 7 ദിവസത്തിന് ശേഷം ഡിസംബർ 9-നാണ് പ്രാഥമിക വിവര റിപ്പോർട്ട് ഇട്ടത്. സെബാസ്റ്റ്യൻ പള്ളിപ്പുറത്തുകാർക്ക് ഒരു കാലത്ത് അമ്മാവനായിരുന്നു. വസ്തു ഇടപാടുകളിലൂടെ സമ്പന്നനായ സെബാസ്റ്റ്യൻ നാട്ടുകാരുമായി വലിയ സഹകരണത്തിലും സഹായത്തിലുമായിരുന്നു. 2017-ൽ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ പിടിയിലാകുകയും കുടുങ്ങുകയും ചെയ്തതോടുകൂടിയാണ് ഇയാൾ നാടിന്റെ സംശയനിഴലായി മാറിയത്. ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയ്ക്ക് സെബാസ്റ്റ്യനുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്നതായും സൂചന ഉണ്ട്. ഇത്തരത്തിലുള്ള വിവരങ്ങളിലും അന്വേഷണ സംഘം തെളിവുകൾ തേടുന്നുണ്ട്. 2017-ൽ ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസിൽ സെബാസ്റ്റ്യനെ പോലീസ് അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ ജാമ്യത്തിനായി രംഗത്തിറങ്ങിയ സ്ത്രീ ജൈനമ്മയാണെന്ന സംശയമുണർത്തിയിരുന്നു അദ്ദേഹം. ഇതിന്റെയും അടിസ്ഥാനത്തിലാണ് കാണാതായ ജൈനമ്മയെ കുറിച്ചുള്ള അന്വേഷണം സെബാസ്റ്റ്യനിലേക്ക് തുടങ്ങിയത്. ഇവരുടെ ടവർ ലൊക്കേഷൻ പള്ളിപ്പുറത്താണെന്ന് കണ്ടെത്തുകയും 2 പേരും ഒരേ ടവറിന്റെ പരിധിയിൽ വന്നതോടുകൂടിയാണ് അന്വേഷണത്തിന് ചൂടേറിയത്. ഇതെല്ലാം കൃത്യമായി കണക്കാക്കിയാണ് സെബാസ്റ്റ്യനെ പോലീസ് പിടികൂടിയത്.